ഇനി ആൻസർ നമ്പർ 10 ഡോക്യുമെൻറ്റേഷൻ ആണ്. പാർട്ട് 1 ഓൾറെഡി നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ദെൻ 11th വൺ, ലിസ്റ്റ് ഔട്ട് എനി 4 ടോക്കൺസ് ഇൻ C++, കീവേഡ്സ്, ലിറ്ററൽസ്, ഐഡൻറ്റിഫയേഴ്സ്, ഓപ്പറേറ്റേഴ്സ്. ദെൻ question number 12, what is the difference between x equal to 10, x equal to 10 in C++? x equal to 10 എന്ന് പറയുമ്പോൾ അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ ആണ്. x equal to 10 എന്ന് പറയുമ്പോൾ റിലേഷണൽ ഓപ്പറേറ്റർ ആണ്. Question number 13, differentiate L value and R value of a variable. L value എന്ന് പറയുന്നത് address of a variable ആണ്. R value stored in location. Question number 14, write two C++ statements to decrement the value of the variable x by 1. x minus semicolon minus x semicolon. Okay. ഈ നെക്സ്റ്റ് വൺ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, റൈറ്റ് ദ സിൻടാക്സ് ഓഫ് സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് ഇൻ C++. അതിൻ്റെ ആൻസർ വരുന്നത് സ്വിച്ച് എക്സ്പ്രഷൻ, കേളി ബ്രാക്കറ്റ് ഓപ്പൺ, കേസ് കോൺസ്റ്റൻറ്റ് അണ്ടർസ്കോർ 1 കോളൻ, സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്ക് 1 സെമിക്കോളൻ, താഴെ ബ്രേക്ക് സെമിക്കോളൻ, ഇതിൻ്റെ താഴെ കേസ് കോൺസ്റ്റൻറ്റ് അണ്ടർസ്കോർ 2 കോളൻ, സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്ക് 2 സെമിക്കോളൻ, താഴെ ബ്രേക്ക് സെമിക്കോളൻ, അതിൻ്റെ താഴെ കേസ് കോൺസ്റ്റൻറ്റ് അണ്ടർസ്കോർ 3 കോളൻ, സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്ക് 3 സെമിക്കോളൻ, അതിൻ്റെ താഴെ ബ്രേക്ക് സെമിക്കോളൻ, അതിൻ്റെ താഴെ കോളൻ, അഗെയിൻ താഴെ കോളൻ, കേസ് കോൺസ്റ്റൻറ്റ് അണ്ടർസ്കോർ n-1 കോളൻ, സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്ക് n-1 സെമിക്കോളൻ, താഴെ ബ്രേക്ക് സെമിക്കോളൻ, താഴെ ഡിഫോൾട്ട് കോളൻ, സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്ക് n സെമിക്കോളൻ, ദെൻ കേളി ബ്രാക്കറ്റ് ക്ലോസ്. ഇതാണ് വരുന്നത്. Then question number 16, list any 4 advantages of a computer networks. അതിൻ്റെ ആൻസർ പറയാം. റിസോഴ്സ് ഷെയറിംഗ്, പ്രൈസ് പെർഫോമൻസ് റേഷ്യോ, കമ്മ്യൂണിക്കേഷൻ, റിലയബിലിറ്റി, സ്കേലബിലിറ്റി. Then 17th one, identify the different parts of the following URL. ഇപ്പോൾ ഇവിടെ നമുക്ക് പ്രോട്ടോക്കോൾ HTTP എന്നുള്ളതാണ് പ്രോട്ടോക്കോൾ. അത് കഴിഞ്ഞിട്ട് കോളൻ, ഇതിൻ്റെ ഡബിൾ സ്ലാഷ്, അതാണ് പ്രോട്ടോക്കോൾ. www.dhsckerala.gov.in is the domain name. intex.html അതാണ് path. Question number 18, list any 4 e-learning tools. അത് ഏതൊക്കെയെന്ന് പറയാം. e-learning ടൂൾസിൽ വന്നത് ടൂൾസിൽ വരുന്നത് ഇലക്ട്രോണിക് ബുക്സ് റീഡർ ഓർ ഇ ബുക്സ്, ഇ ടെക്സ്റ്റ്, ഓൺലൈൻ ചാറ്റ്, ഇ കോണ്ടന്റ്, എഡ്യൂക്കേഷണൽ TV ചാനൽസ്. ദെൻ പാർട്ട് 3, ഫൈൻഡ് ദ വൺസ് കോംപ്ലിമെൻറ്റ് ആൻഡ് ടൂസ് കോംപ്ലിമെൻറ്റ് ഫോം ഓഫ് ഡെസിമൽ നമ്പർ ഇൻ 8-bit ഫോർമാറ്റ് -119. ബൈനറി ഈക്വൽ ടു 0 1 1 1 0 1 1 1. വൺസ് കോംപ്ലിമെൻറ്റ് വരുന്നത് 1 0 0 0 1 0 0 0. അതായത് 1 കഴിഞ്ഞിട്ട് 3 0, പിന്നെ ഒരു 1 കഴിഞ്ഞിട്ട് പിന്നെ 3 0. ടൂസ് കോംപ്ലിമെൻറ്റിൽ വരുന്നത് 1 0 0 0 1 0 0 1. അതായത് 1 കഴിഞ്ഞിട്ട് 3 0, അഗൈൻ 1, ദെൻ 2 0 1. ദെൻ 20th ക്വസ്റ്റ്യൻ, ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ റാം ആൻഡ് റോം. റാം എന്ന് പറയുന്നത് റാൻഡം ആക്സസ് മെമ്മറി, റോം എന്ന് പറയുന്നത് റീഡ് ഓൺലി മെമ്മറി. റാം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് സ്ലോവർ മെമ്മറി. റാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഫാസ്റ്റർ ദാൻ റോം ഇറ്റ്സ് സ്ലോവർ മെമ്മറി. Then RAM stores the operating system, application, programs and data when the computer is functioning. ROM, it stores a program required to boot the computer initially. RAM allows reading and writing. ROM usually allows reading only. RAM is volatile, അതായത് its contents are lost when the device is powered off. ROM, it is non-volatile. Its contents are retained even when the device is powered off. അടുത്തത് ഡ്രോ ഫ്ലോ ചാർട്ട് എന്ന് പറഞ്ഞിട്ടൊരു ക്വസ്റ്റൻ ആണ്. ഫ്ലോ ചാർട്ട് വരയ്ക്കാൻ. 22nd ക്വസ്റ്റൻ, ഡിഫൈൻ ദ ഫോളോയിങ്: സിൻടാക്സ് എറർ, ലോജിക്കൽ എറർ, റൺ ടൈം എറർ. സിൻടാക്സ് എറർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് റൂൾസ് ഫോളോ ചെയ്തില്ലെങ്കിൽ വരുന്നതാണ് സിൻടാക്സ് എറർ. അത് കഴിഞ്ഞിട്ട് ലോജിക്കൽ എറർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇംപ്രോപ്പർ പ്ലാനിങ് ഓഫ് പ്രോഗ്രാംസ് ലോജിക് കാരണം വരുന്നതാണ്. റൺ ടൈം എറർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറേഴ്സ് ഡ്യൂറിങ് പ്രോഗ്രാം എക്സിക്യൂഷൻ. സോ ഇതാണ് ഇറേഴ്സിൻ്റെ വരുന്നത്. ഓക്കെ, ദെൻ ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ സിൻടാക്സ് എറേഴ്സ് റിസൾട്ട് വെൻ ദ റൂൾസ് ഓർ സിൻടാക്സ് ഓഫ് ദ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആർ നോട്ട് ഫോളോഡ്. ദെൻ ലോജിക്കൽ എറർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഡ്യൂ ടു ഇംപ്രോപ്പർ പ്ലാനിങ് ഓഫ് പ്രോഗ്രാംസ് ലോജിക്. ഓക്കെ, ദെൻ മറ്റേതാണ് റൺ ടൈം എറർ, അതായത് നേരത്തെ പറഞ്ഞ പോലെ ബിക്കോസ് ഓഫ് ദ ഇറ്റ് ഹാപ്പൻസ് ഡ്യൂറിങ് പ്രോഗ്രാം എക്സിക്യൂഷൻ. ഓക്കെ, യെസ്.
The next one is 23rd one. What is a literal in C++? Name the different types of literals in C++ with an example of each. Literals എന്ന് പറയുന്നത് we use a type of tokens called literals to represent data items that never change their value during the program run. Types ഉള്ളത് ഇൻറ്റിജർ ലിറ്ററൽസ്, എക്സാമ്പിളായിട്ട് നമുക്ക് 1 2 3 എന്ന് എഴുതാം. രണ്ടാമത്തെ ഫ്ലോട്ടിംഗ് പോയിന്റ് ലിറ്ററൽസ്, എക്സാമ്പിളായിട്ട് 3.14 ഇതിൽ പോയിന്റ് ഇട്ടിട്ടുള്ളത് എഴുതാം. തേർഡ് വൺ ക്യാരക്ടർ ലിറ്ററൽസ്, ABC എന്ന് നമ്മൾ സിംഗിൾ കോട്ടിൽ എഴുതുന്നു. അതിൻ്റെ കൂടെ നാലാമത്തെ സ്ട്രിംഗ് ലിറ്ററൽസ്, അതായത് ഇപ്പോൾ എന്തെങ്കിലും ഡബിൾ കോട്ട്സിൽ എഴുതുന്നത്, ABC എന്ന് ഡബിൾ കോട്ട്സിൽ എഴുതുന്നത്. ഓക്കെ. Then 24th question, classify the identifiers given below as valid and invalid in C++. Give reason for invalidity. രജിസ്റ്റർ നമ്പർ അവിടെ അത് ഇൻവാലിഡാണ്, കാരണം REG കഴിഞ്ഞിട്ടൊരു സ്പേസ് ഉണ്ട്, സ്പേസ് അലൗഡ് അല്ല. എന്നിട്ട് സ്റ്റഡ് _നെയിം അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാലിഡാണ്. അത് കഴിഞ്ഞിട്ട് എൽസ് അത് ഇൻവാലിഡാണ്, കാരണം അതൊരു കീവേഡാണ്. എന്നിട്ട് N3 ഇൻവാലിഡാണ്, കാരണം സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് ഒരു എന്താ പറയുക ക്യാരക്ടറിലാണ്, കാരണം ഡിജിറ്റൽ എങ്കിൽ അണ്ടർസ്കോറിലാണ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. സോറി, N3 എന്നുള്ളത് ഇൻവാലിഡാണ്. അതിൻ്റെ റീസൺ ഇപ്പോൾ പറയാം, 1 സെക്കൻഡ്. N3 വാലിഡാണ് കേട്ടോ, കാരണം അത് സ്റ്റാർട്ട്സ് വിത്ത് എ ലെറ്റർ. ഓക്കെ, അതെനിക്ക് റിവറ്റ് ചെയ്താൽ. ഇഫ് എന്നുള്ളത് ഇൻവാലിഡാണ്. N1 എന്നുള്ളത് വാലിഡാണ്. ദെൻ ഇഫ് ഇൻവാലിഡ് ആയത് അത് കീവേഡ് ആയതുകൊണ്ടാണ് N1 വാലിഡാണ്. 2B ഇൻവാലിഡാണ്, കാരണം അത് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് ഡിജിറ്റ് വെച്ചിട്ടാണ്. ഓക്കെ, യെസ്. ദെൻ നെക്സ്റ്റ് വൺ ക്വസ്റ്റ്യൻ നമ്പർ 24 അത് പറഞ്ഞു. ഇനി അടുത്ത 25 പറയാം. കറക്റ്റ് എറേഴ്സ് ഇൻ ദ ഫോളോയിങ് പ്രോഗ്രാം ടു ഫൈൻഡ് ദ ലാർജസ്റ്റ് ഓഫ് 2 നമ്പേഴ്സ്. ഇവിടെ നമുക്ക് ഇൻറ്റ് കഴിഞ്ഞിട്ട് A, B, L സെമിക്കോളൻ എഴുതാം. അവിടെ ഒരു കറക്ഷൻ ഉണ്ട്. സീൻ കഴിഞ്ഞിട്ട് 2 ഗ്രേറ്റർ ദാൻ സിമ്പിളാണ് ഇടേണ്ടത്. ദെൻ A 2 ഗ്രേറ്റർ ദാൻ സിമ്പിൾ ഇടുന്നു. അത് കഴിഞ്ഞിട്ട് ഇഫ് A ഗ്രേറ്റർ ദാൻ B എന്നുള്ളതിൻ്റെ താഴെ L ഈക്വൽ ടു A സെമിക്കോളൻ എൽസ് L ഈക്വൽ ടു B സെമിക്കോളൻ അങ്ങനെ കൊടുക്കാം. പിന്നെ സി ഔട്ട് 2 ലെസ് ദാൻ സിമ്പിൾ ഇട്ടതിന് ശേഷം ഡബിൾ കോട്ട്സിൽ ലാർജസ്റ്റ് ഈക്വൽ ടു എന്ന് എഴുതുന്നു. പിന്നെ ഡബിൾ കോട്ട്സിൽ ലെസ് ദാൻ L സെമിക്കോളൻ. ദെൻ അതിന് താഴെയാണ് റിട്ടേൺ വരുന്നത്. ഓക്കെ, എന്നിട്ടാണ് കർലി ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യേണ്ടത്. Question number 26, differentiate between entry control loop and exit control loop in C++. അതിന് ആൻസർ വായിക്കാം. Entry control loop, condition is checked before the execution of body. Exit control loop, condition is checked after the execution of body. Entry control വരുന്നത് body may never be executed. Exit വരുന്നത് body will surely be executed at least once. Entry control is suitable when skipping of the body from being executed is required. Exit control is suitable when normal execution of the body is to be ensured. Okay. Then next to entry control, exit control examples എഴുതാം. എൻട്രിയിൽ ഡോവും വൈലും, എക്സിറ്റ് ഡോ വൈൽ അല്ല, അതൊന്ന് ശ്രദ്ധിക്കണേ. എൻട്രി കൺട്രോളും എക്സിറ്റ് കൺട്രോളിലും നിങ്ങൾ എക്സാമ്പിൾസ് എഴുതണം. അത് ഒരു സെക്കൻഡ്. എൻട്രിയിൽ വരുന്നത് ഫോറും വൈലും, എക്സിറ്റിൽ വരുന്നത് ഡോ വൈൽ. ഓക്കെ. ദെൻ നെക്സ്റ്റ് വൺ, അടുത്ത ക്വസ്റ്റ്യൻ, റൈറ്റ് എനി 3 അഡ്വാൻറ്റേജസ് ഓഫ് സോഷ്യൽ മീഡിയ. ക്വസ്റ്റ്യൻ നമ്പർ 27 ആണത്. അതിന് ആൻസർ പറഞ്ഞുതരാം. ആൻസർ ഇസ് bring people together, plan and organize events, business promotion, social skills. ഇതൊക്കെ എൻ്റെ ആൻസറിൽ വരും. The next one, 28th one, write short notes on first one, hacking. Hacking എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it is a technical effort to manipulate the normal behavior of network connections and connected systems. Hacking is performed by both computer security experts and by computer criminals. അതിൻ്റെ താഴെ be phishing. Phishing is a type of identity theft that occurs online. Phishing is an attempt to acquire information such as usernames, passwords, and credit card details by posting as the original website, mostly that of banks and other financial institutions. അങ്ങനെ നിങ്ങൾക്ക് എഴുതാം. Then 29th question, list any 3 components of e-governance infrastructure. അതിൽ വരുന്നത് സ്റ്റേറ്റ് ഡേറ്റാ സെൻറ്റർ, കേരള സ്റ്റേറ്റ് വൈഡ് ഏരിയ നെറ്റ്വർക്ക്, കോമൺ സർവീസ് സെൻറ്റർ. അതായത് SDC, KSWAN, CSC. CSCയിലെ എക്സാമ്പിൾ വരുന്നതാണ് അക്ഷയ സെൻറ്റർ. ഒക്കെ കേരളത്തിലെ എക്സാമ്പിൾ അതാണ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 30,
ലിസ്റ്റ് ഔട്ട് ദ മേജർ ഫങ്ഷൻസ് ഓഫ് ആൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഏതൊക്കെയാണ്? മെമ്മറി മാനേജ്മെൻറ്റ്, ഫയൽ മാനേജ്മെൻറ്റ്, പ്രോസസ് മാനേജ്മെൻറ്റ്, ഡിവൈസ് മാനേജ്മെൻറ്റ്. B. Explain any 3 freedoms defined by FSF for free and open source software. Answer is freedom 0, freedom 1, freedom 2, freedom 3. Okay. അതൊക്കെയാണ് നമ്മുടെ ഫ്രീഡംസിൽ വരുന്നത്. then അത് ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാം കേട്ടോ. ഓക്കെ, ഞാനത് പറയുന്നില്ല. then next one 31. Consider the following C++ code. Write the output of the above code. Answer is 10. then B. Write the different components of loop from the above code. അപ്പോൾ അതിൽ x equal to 1 എന്നുള്ളത് ഇനീഷ്യലൈസേഷൻ, എക്സ് ലെസ് ദാൻ 5 എന്നുള്ളത് കണ്ടീഷൻ, എക്സ് പ്ലസ് പ്ലസ് അപ്ഡേഷൻ, സം പ്ലസ് എക്സ് അത് ബോഡി ഓഫ് ലൂപ്പ്. അതിൻ്റെ താഴെ ഡിഫൈൻ പ്രോട്ടോക്കോൾ. പ്രോട്ടോക്കോൾ എന്താണെന്നുള്ളത് പറയണം ആദ്യം. അത് പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത് നെറ്റ്വർക്ക് പ്രോട്ടോക്കോൾ is a special set of rules to be followed in a network when devices in the network exchange data with each other. അത് കഴിഞ്ഞിട്ട് കമ്പയർ മെഷ് ടോപ്പോളജി ആൻഡ് സ്റ്റാർ ടോപ്പോളജി വിത്ത് ഡയഗ്രാംസ്. അപ്പോൾ മെഷും സ്റ്റാറും കമ്പയർ ചെയ്യണം. മെഷിൽ വരുന്നത് in mesh topology every node is connected to other nodes, so there will be more than one path between two nodes. Star topology എന്ന് പറഞ്ഞാൽ each node is directly connected to a hub or switch. It sends the signal to hub or switch എന്നുള്ളതാണ് വരുന്നത് അല്ലേ. if any node has to send some information to another node, it sends the signal to hub or switch. അത് പിന്നെ പിക്ചർ വരയ്ക്കാം. then last question, write the 2 advantages of optical fiber cable. അതിൽ വരുന്നത് high bandwidth for voice, video and data applications, carries data over a long distance at a stretch. Most expensive, most efficient communication media available for computer networks. Installation and maintenance are difficult and complex. അതൊക്കെ അഡ്വാൻറ്റേജസ് അല്ല. ഇതിൽ 2 മതി. അത് പറഞ്ഞ 2 പോയിൻറ്റ്സ് എഴുതാം. ഓക്കെ, എക്സാം കുഴപ്പമില്ല, എനിക്ക് വലിയ ടഫായിട്ട് തോന്നുന്നില്ല, അത്യാവശ്യം ഈസി ആയിട്ട് തന്നെയാണ് തോന്നുന്നത്. കുട്ടികൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.